എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ. യോഹന്നാൻ 9-ന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പകലിൻ്റെ പ്രവൃത്തി. ജന്മന അന്ധനായിരുന്ന ഒരാളിന് കാഴ്ച നൽകുന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ 9-ാം അധ്യായം മുഴുവൻ ഇതൾ വിടർത്തുന്നത്. മശിഹ യുഗാവിർഭാവത്തിൻ്റെ ഒരടയാളം അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നതാണെന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിലും 35-ാം അധ്യായത്തിലും നമുക്ക് കാണാം. യേശുവിൽ മശിഹ യുഗം വന്ന് എത്തിയിരിക്കുന്നു. ലോകത്തിൻ്റെ വെളിച്ചമായ യേശു 2 തരത്തിലാണ് ലോകത്തെ സ്വാധീനിക്കാൻ പോകുന്നത്. അന്ധർക്ക് വിടുതലും രക്ഷയും കൊണ്ടുവരുന്നതോടൊപ്പം യേശുവാകുന്ന പ്രകാശത്തോട് പ്രതികരിക്കാത്തവർക്ക് ന്യായവിധിയും കൊണ്ടുവരുന്നു എന്നതാണ് യോഹന്നാൻ 9-ന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആരംഭത്തിൽ യേശു സൗഖ്യമാക്കിയ വ്യക്തി ജന്മന അന്ധനായിരുന്നു. യേശുവിൻ്റെ സമകാലീന യഹൂദരും യേശുവിൻ്റെ ശിഷ്യന്മാരും ചിന്തിച്ചിരുന്നത് വ്യക്തിപരമായ പാപമാണ് ഇങ്ങനെയുള്ള കഷ്ടതകളുടെ കാരണം എന്നതായിരുന്നു. പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ വീഴ്ചയുടെ ഫലമായി കഷ്ടതകളും പാപവും തമ്മിൽ ചില സന്ദർഭങ്ങളിൽ ബന്ധപ്പെടുത്താമെങ്കിലും എല്ലാ സന്ദർഭങ്ങളിലും ഇത് സാധ്യമാകുന്നില്ല എന്നത് വേദപുസ്തകത്തിൻ്റെ ഒരു ഉൾക്കാഴ്ചയാണ്. പാപമാണ് രോഗ കഷ്ടതകളുടെ കാരണമെന്ന പെട്ടെന്ന് കണ്ടെത്തുന്ന കാരണം യേശു ഈ ഭാഗത്ത് അംഗീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങനെയുള്ളവരിൽ വെളിപ്പെടേണ്ടതിനാണ് ചില ആളുകൾ ഇങ്ങനെ രോഗികളായി തീരുന്നതെന്ന് കർത്താവ് പറഞ്ഞു. സഹനങ്ങളെ കർത്താവിന് സമർപ്പിക്കുമ്പോൾ സൗഖ്യമാക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ സഹനം അഭിമുഖീകരിക്കുന്നതിലുള്ള ത്രാണി നൽകിക്കൊടുക്കുന്നതിലൂടെയോ ദൈവ മഹത്വം വെളിപ്പെടും. നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയെക്കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. രണ്ടാമത്, മനുഷ്യ കഷ്ടതകൾ കാണുമ്പോൾ അത് കേവലം ചർച്ചാ വിഷയമാക്കുന്നതിനല്ല, പിന്നെ ക്രിയാത്മക പ്രതികരണങ്ങൾക്ക് ഉള്ള ഒരു സമയമായി അതിനെ കാണണം. എല്ലാ കാലത്തുമുള്ള കർത്താവിൻ്റെ ശിഷ്യർ പകൽ സമയം ചുരുക്കമായിരിക്കുമെന്ന് ഓർത്ത് തിടുക്ക ബോധത്തോടുകൂടി പ്രവർത്തിക്കണം. കാരണം പ്രവർത്തിച്ചുകൂടാത്ത രാത്രി ഏത് സമയത്തും വരാം. മടിയന്മാരായി അലസതയിൽ ആയിപ്പോകുന്നതിനെക്കുറിച്ച് അവർ അതുകൊണ്ട് ലജ്ജിതരാകണം. വിശുദ്ധ മത്തായി 24-ാം അധ്യായത്തിൻ്റെ 45 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞ ഉപമ ഇതുതന്നെയാണ്. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളുടെ നിർവഹണത്തിനായി തങ്ങൾക്കുള്ള താലന്തുകൾ പരമാവധി ഉപയോഗിക്കുകയും സമയഭേദം കൂടാതെ ആ ദൗത്യ നിർവഹണത്തിൽ വ്യാപൃതരാകുകയും ചെയ്യണം. മൂന്നാമത്, തൻ്റെ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അന്ധൻ്റെ കണ്ണിന്മേൽ പൂശിയാണ് യേശു അന്ധനെ സൗഖ്യമാക്കിയത്. സിദ്ധന്മാരായ മഹാന്മാരുടെ തുപ്പലിന് ഔഷധ ഗുണമുള്ളതായി ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നു. യേശു ഈ രീതി ഉപയോഗിച്ച് സൗഖ്യമാക്കിയത് എന്തുകൊണ്ടാണെന്ന് വേദപുസ്തകം വിശദീകരിക്കുന്നില്ല. കർത്താവ് പറയുന്ന ഒരു വാക്കുകൊണ്ട് സൗഖ്യം വരുത്താൻ കഴിയുമായിരുന്നു എന്നതും വാസ്തവമാണ്.
ഒരുപക്ഷെ യേശുവിനോടുള്ള അനുസരണത്തിൻ്റെ ലളിതമായ ചില നടപടികൾ അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് യേശു ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ആദാമിനെ മെനഞ്ഞുണ്ടാക്കാൻ ഉപയോഗിച്ച അതേ മണ്ണാണ് യേശു തൻ്റെ കരങ്ങളിലെടുത്തത്. ഉമിനീരിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ ഉണ്മയുടെ ഒരംശം അതിൽ ചേർത്ത് വെച്ചു. അത് അയാളുടെ അടഞ്ഞ കണ്ണിൽ ചേർത്ത് വെച്ചിട്ട് അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള കുളത്തിൽ, അതായത് ശീലോഹാമിൽ പോയി കഴുകാൻ ആവശ്യപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ മുഴുവൻ യേശുവാണ് അയക്കപ്പെട്ടവൻ. പിതാവായ ദൈവത്തിൻ്റെ സൃഷ്ടിക്കാനും പുനഃസൃഷ്ടിക്കാനുമുള്ള കഴിവിനെ യേശു തന്നിൽ പ്രകടമാക്കുന്നതാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശിലോഹാമിൽ പോയി കഴുകുവാനുള്ള നിർദ്ദേശം അയാളെ ശിരസ വഹിച്ചു. അങ്ങനെ അയാൾ സൗഖ്യമുള്ള മനുഷ്യനായി മാറി. നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില ചിന്തകൾ: നമ്മുടെ കഷ്ടസഹനങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവം നൽകുന്ന സൗഖ്യമോ ശാക്തീകരണമോ ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി വിട്ടു നൽകാൻ നമ്മൾ തയ്യാറാകണം. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രിയുടെ ആവിർഭാവം ഏതു നേരത്തും നമ്മിൽ ഉണ്ടാകാമെന്ന തിരിച്ചറിവ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആ തിരിച്ചറിവ് ആർജിച്ചുകൊണ്ട് തിടുക്കത്തിൽ ബോധ്യത്തോടെ ചില കാര്യങ്ങൾ ചെയ്യണം. കർത്താവിൻ്റെ കരങ്ങളാൽ സൗഖ്യം അനുഭവപ്പെടുന്നതിനുള്ള ദിവ്യമായ നാണക്കേട് സഹിക്കാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ, തുപ്പൽ കൊണ്ടുണ്ടാക്കിയ ചേറ് കണ്ണിൽ പുരട്ടുമ്പോൾ ഉള്ള നാണക്കേട് ഈ അന്ധനായ മനുഷ്യൻ അനുഭവിക്കാൻ ആയതുകൊണ്ടാണ് അയാൾക്ക് വിടുതൽ ലഭിക്കുന്നത്. അങ്ങനെ ചില സഹനങ്ങൾക്ക് നമ്മൾ തയ്യാറാകുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെട്ടു വരും. ഒരു പുതുക്കം, പുതിയ കാഴ്ച, പുതിയ ഉൾക്കാഴ്ച കർത്താവിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിനായി സ്തോത്രം. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ഉൾക്കാഴ്ചയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ദിവ്യമായ പ്രകാശം ഞങ്ങളിലേക്ക് അവിടുന്ന് നൽകി പ്രകാശമുള്ളവരായി മറ്റുള്ളവരുടെ മുൻപാകെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരും കർത്താവിൻ്റെ കരങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട് പുതിയ വർഷത്തിൽ സന്തോഷത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.